ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. നമുക്ക് ഇന്നത്തെ ന്യൂസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇന്ന് പ്രധാനമായിട്ടും 4 ന്യൂസ് ആണുള്ളത്. ഒന്നാമത്തത് ISRO ടാർഗറ്റ്സ് 2027 ലോഞ്ച് ഫോർ LVM3 സെമി ക്രയോജനിക് സ്റ്റേജ്. സെക്കൻഡ്, ഒഡീഷ ഛത്തീസ്ഗഡ് മേ amicably resolve Mahanadi water row. Third, world's highest bird death rates at Thar desert wind farms. Finally, how will Trump's tariffs impact India? First news നോക്കാം. ISRO targets 2027 launch for LVM3 സെമി ക്രയോജനിക് സ്റ്റേജ്. അതായത് ISROയുടെ LVM3 റോക്കറ്റിൽ ഒരു സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ സ്റ്റേജ് കൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ഒരു 2027 ഒരു ഫസ്റ്റ് ക്വാർട്ടറോട് കൂടി അത് കൊണ്ടുവരും. ഇതിന്റെ നേരത്തെ പേരാണ് GSLV Mk3 എന്ന് പറയുന്നത്. ഒരു 5-6 ടെസ്റ്റ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി ഈ LVM3 എന്താണെന്ന് നമുക്ക് നോക്കാം. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3. ഇതിന്റെ നേരത്തെ പേരാണ് GSLV Mk3 എന്ന് പറയുന്നത്. ഇതിന്റെ കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 3 സ്റ്റേജ് ലോഞ്ച് വെഹിക്കിൾ ആണ്. സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ, കോർ ലിക്വിഡ് സ്റ്റേജ്, ക്രയോജനിക് അപ്പർ സ്റ്റേജ്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നായിരുന്നു ഡിസംബർ 2014. നമ്മൾ ഓൾറെഡി അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു കഴിഞ്ഞു. കറന്റ് പേലോഡ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് 4200 കിലോഗ്രാം ആണ് ജിയോ സിങ്ക്രണൈസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ. ഇനി ലോ എർത്ത് ഓർബിറ്റ് ആണ് ഹയർ കപ്പാസിറ്റി ഉണ്ട്. ഇതിനകത്ത് എന്താണ് ചേഞ്ചിങ് എന്ന് വെച്ചാൽ ഇതിൽ റീപ്ലേസ്മെന്റ് ഓഫ് L110 കോർ സ്റ്റേജ്. അതായത് നിലവിൽ കറന്റ് L110 നോക്കുകയാണെങ്കിൽ ലിക്വിഡ് പ്രൊപ്പലന്റ് ആണ്. എന്നാൽ നമ്മൾ പുതിയ സെമി ക്രയോജനിക് സ്റ്റേജ് നോക്കുകയാണെങ്കിൽ എന്താ റിഫൈൻഡ് കെറോസിൻ പ്ലസ് എന്താ ലിക്വിഡ് ഓക്സിജനും ആണ്. ഈ റിഫൈൻഡ് കെറോസിൻ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിലും ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ് ക്രയോജനിക് ടെമ്പറേച്ചറിലുമാണ് യൂസ് ചെയ്യുന്നത്. ആലോചിക്കുക, സെമി ആണ്, ഹാഫ് ക്രയോജനിക് ആണ്. അപ്പൊ അതിന്റെ ഒരു ലിക്വിഡ് നോർമലിലും ഒരു ലിക്വിഡ് എന്താണ് ക്രയോജനിക് ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യുന്നത്. അബൌട്ട് സെമി ക്രയോജനിക് പ്രൊപ്പൽഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ ഒരു ലിക്വിഡ് എന്താണ് നോർമൽ ടെമ്പറേച്ചറിലും മറ്റൊരു ലിക്വിഡ് എന്താണ് ക്രയോജനിക് ടെമ്പറേച്ചറിലുമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന എഞ്ചിനാണ് S2000 എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ത്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആ റോക്കറ്റ് പുഷ് ചെയ്യില്ലേ, അതാണ്. അത് ഓൾറെഡി എന്താണ് വികാസ് എഞ്ചിൻ ആയിരുന്നപ്പോൾ എന്താ 80 ടൺ മാത്രമേ നമുക്ക് ആ ഒരു കപ്പാസിറ്റി അതൊന്ന് പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സെമി ക്രയോജനിക്ക് വന്നപ്പോൾ എന്താ 200 ടണ്ണിലേക്ക് മാറി. സൈക്കിൾ നോക്കുകയാണെങ്കിൽ എന്താ ഓക്സിഡൈറൈസർ റിച്ച് സ്റ്റേജിൽ കമ്പഷൻ ആണ്. ഇതിന്റെ ചലഞ്ച് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ആണ്, ഹൈ പ്രഷർ ആണ്. അതുകൊണ്ട് എന്താ അതിന് സ്പെഷ്യൽ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട്. അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഈ സെമി ക്രയോജനിക്കിന്റെ ഹയർ പേലോഡ് കപ്പാസിറ്റി ഇപ്പൊ പറഞ്ഞല്ലോ 200 ടൺസ്, ആ 80 ടൺസ് നിന്ന് 200 ടൺസിലോട്ട് പോയി. അപ്പൊ എന്താ അതിന്റെ കപ്പാസിറ്റി അത് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. അതുപോലെ കോസ്റ്റ് റിഡക്ഷൻ ആണ്, കെറോസിൻ ആണ്, അതുകൊണ്ട് ചീപ്പറാണ്, ഡെൻസർ ആണ്, അതുകൊണ്ട് കോസ്റ്റ് റിഡക്ഷൻ ആണ്. അതിന്റെ എഫിഷ്യൻസി കൂടി. അതുപോലെ തന്നെ എന്താ ഓപ്പറേഷണൽ ബെനിഫിറ്റ്സ്. എൻവയോൺമെന്റ് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു ഹൈപ്പർഗോളിക് ഫ്യൂവൽസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള ഫ്യൂവൽസ് ഒക്കെ മാറ്റിയിട്ട് കെറോസിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എൻവയോൺമെന്റ് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതാണ്. ഇനി ഇന്ത്യക്ക് എങ്ങനെ ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി, റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസി ഓൺ ഫോറിൻ ഹെവി ലിഫ്റ്റ് ലോഞ്ചേഴ്സ്. ഈ ഫോറിൻ ഹെവി ലിഫ്റ്റ് ലോഞ്ചേഴ്സിനെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുന്നു. കാരണം ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരെണ്ണം ലോഞ്ച് ചെയ്യാണ്. അപ്പൊ എന്താ നമുക്ക് ഇതുകൊണ്ട് യൂസ് ആവുന്നത് ഫോറിൻ ലോഞ്ചുകൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ഗെയിൻ എന്താന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ലോഞ്ച് മാർക്കറ്റിലേക്ക് നമ്മളുടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ നമ്മൾ ഫ്യൂച്ചർ മിഷന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ടാണ്. അതായത് ഗഗൻയാൻ പോലുള്ള മിഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ടാണ്. ടെക്നോളജി അഡ്വാൻസ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ സെമി ക്രയോജനിക് ടെക്നോളജി കുറച്ച് നേഷൻസ് മാത്രമാണ് മാസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് ഇപ്പൊ ഇന്ത്യയും കൂടെ വരികയാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കുക, ക്രയോജനിക് എഞ്ചിൻസും സെമി ക്രയോജനിക് എഞ്ചിൻസും അതിന്റെ ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. അതൊന്ന് നോക്കാം. മെയിൻസിലേക്ക് വരികയാണെങ്കിൽ
GS പേപ്പർ 3-ലാണ് വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി. അച്ചീവ്മെന്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. നമുക്കിപ്പോൾ ഒരു MCQ നോക്കാം. വിത്ത് റെഫറൻസ് ടു സെമി ക്രയോജനിക് റോക്കറ്റ് എൻജിൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്ന്, they use both propellants at cryogenic temperature. Second, they are more environmentally friendly compared to hypergolic fuel-based engines. Third, they offer higher thrust than conventional liquid engines. അപ്പൊ എന്താണ് ഈ ഒന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത്? They use both propellants at cryogenic temperature. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ലിക്വിഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് നോർമൽ ടെമ്പറേച്ചറിലും മറ്റൊന്നാണ് ക്രയോജനിക്. ഇത് സെമി ക്രയോജനിക് ആണ്. അപ്പൊ പാതി ക്രയോജനിക് പാതി നോർമൽ ടെമ്പറേച്ചർ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ്. എൻവയോൺമെന്റ് ആസ്പെക്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്താ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഹയർ ട്രസ്റ്റ് ദാൻ കൺവെൻഷണൽ ലിക്വിഡ് എൻജിൻസ്. ഹയർ ട്രസ്റ്റ് ആണെന്ന് നമ്മൾ 200 ടൺസ് 80 ടൺസിൽ നിന്ന് 200 ടൺസിലെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കറക്റ്റ് വരുന്നത്? 2 and 3. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഒഡീഷ ഛത്തീസ്ഗഡ് അമിക്കബിളി റിസോൾവ് മഹാനദി വാട്ടർ റോ. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ മഹാനദി റിവർ ഉണ്ടല്ലോ, അപ്പം ഒഡീഷയും ഛത്തീസ്ഗഡും ഈ ഒരു നദിയെ ചൊല്ലിയിട്ട് കുറെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഇപ്പോ ഇതിന്റെ ഒരു സെറ്റിൽമെന്റ്, ഇതിന്റെ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ആവാനായിട്ടുള്ള ഒരു ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് രണ്ട് സ്റ്റേറ്റും തീരുമാനിച്ചു ഇതൊന്ന് സെറ്റിൽ ചെയ്യാം. എങ്ങനെ? സൗഹൃദപരമായിട്ട്. അതാണ് എന്ത്, അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, മഹാനദി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലിന്റെ കീഴിൽ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു സെറ്റിൽമെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ചെയർ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് ബെല്ല എം ത്രിവേദിയാണ്. അദ്ദേഹം ഫോമർ സുപ്രീം കോടതി ജഡ്ജാണ്. അടുത്ത ഹിയറിംഗ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 6-നാണ്. ഇനി നമുക്ക് മഹാനദി റിവറിന്റെ ഒരു ഒറിജിൻ ഒക്കെ നമുക്ക് നോക്കാം. ഛത്തീസ്ഗഡിലാണ് ഇതിന്റെ ഒറിജിൻ. അതായത് ഛത്തീസ്ഗഡിലെ സിഹാവ ഹിൽസിലാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ ലെങ്ത് വരുന്നത് 851 കിലോമീറ്റർ ആണ്. മേജർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഛത്തീസ്ഗഡും ഒഡീഷയും തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്യൂട്ടിനി അതിന്റെ ഒരു ഒറിജിൻ എങ്ങനെയാന്ന് വെച്ചാല്, ഛത്തീസ്ഗഡില് ബാരേജസ് ഡാംസ് ഒക്കെ അവര് ഉണ്ട്. അപ്പൊ ഇതുവഴി എന്താ, ഇവർ ഈ ഒഡീഷയിലോട്ട് പോകുന്ന വെള്ളം തിരിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പൊ തിരിച്ചു വിടുമ്പോ എന്താ, ഒഡീഷയിലേക്ക് വെള്ളം കിട്ടുന്നില്ല. ഒഡീഷയിലേക്ക് വെള്ളം കിട്ടാതിരിക്കുമ്പോ എന്താ, അവിടെ ഈ മൺസൂൺ അല്ലാത്ത സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേന് എന്താണ്, വെള്ളത്തിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതാണ് ഒഡീഷ പറയുന്നത്. എന്നാൽ ഛത്തീസ്ഗഡ് പറയുന്നത് എന്താ, അവർക്ക് ഇറിഗേഷനും വാട്ടറിനും വേണ്ടി മാത്രമേ ഈ വെള്ളം ഉള്ളൂ, അത്രമാത്രം വെള്ളമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ട് സ്റ്റേറ്റും എടുത്തു പറയുന്ന കാര്യങ്ങൾ. ഇതെന്താണ്, ഒരു ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് പോകുകയുണ്ടായി. അപ്പൊ ഈ ഒരു പ്രശ്നമാണ് ഇപ്പൊ എന്താണ് സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ കറണ്ട് ഡെവലപ്മെന്റ് എന്താന്ന് വിചാരിച്ചാല്, രണ്ട് സ്റ്റേറ്റും എന്താണ് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഒഡീഷ CM എന്താണ് ഛത്തീസ്ഗഡ് CMന് ഒരു പ്രപ്പോസൽ ഒന്ന് എഴുതി അല്ലെങ്കിൽ അറിയിക്കുകയുണ്ടായി. എന്താണ്, നമുക്കൊരു ജോയിന്റ് കമ്മിറ്റി എടുക്കാം. ജോയിന്റ് കമ്മിറ്റി എന്തിന്റെ കീഴിലാണ്? യൂണിയൻ ജൽശക്തി മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു ജോയിന്റ് കമ്മിറ്റിയുടെ ഗൈഡൻസിൽ നമുക്ക് ഈ ഒരു സെറ്റിൽമെന്റ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ലീഡിംഗ് ടെക്നിക്കൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ എന്താണ്, ഒഡീഷ ഈ ഒരു സജഷൻ പറഞ്ഞപ്പോൾ എന്താണ്, ഛത്തീസ്ഗഡ് എന്താണ് അത് കൺസിഡർ ചെയ്യാന്ന് അറിയിക്കുകയും ചെയ്തു. അതുപോലെ എന്താണ്, ഇതിന്റെ ഓരോ പ്രോഗ്രസ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നെക്സ്റ്റ് ഹിയറിംഗിൽ അറിയിക്കണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയോടും പറഞ്ഞിട്ടുണ്ട് ട്രൈബ്യൂണൽ. ഇനി ട്രൈബ്യൂണലിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, ഈ മഹാനദി വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ ഇതെന്താണ്, ഇൻഡസ് സ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട് ആക്ട് 1956 അതിന്റെ അണ്ടറിലാണ് ഈ ഒരു ട്രൈബ്യൂണൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഈ ഒരു പ്രശ്നം ഛത്തീസ്ഗഡിന്റെ ഒഡീഷയുടെയും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാന്നുള്ളതാണ്. നിർബന്ധമായി അത് സോൾവ് ചെയ്യാന്നുള്ളത്. ഈ സൗഹൃദപരമായ സെറ്റിൽമെന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ എന്താണ്, ഫാസ്റ്റ് റിസൊല്യൂഷൻ ആണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചു നമുക്ക് സെറ്റിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഫാസ്റ്റർ റിസൊല്യൂഷൻ ആയിരിക്കും. റെഡ്യൂസസ് പൊളിറ്റിക്കൽ ടെൻഷൻസ്, എൻഷുർ ഇക്വിറ്റബിൾ വാട്ടർ ഷെയറിങ്. ഛത്തീസ്ഗഡ് നേരത്തെ എന്താ പറഞ്ഞത്, അവർക്ക് ഇറിഗേഷനും ഡ്രിങ്കിങ് വാട്ടറിനും വേണ്ടി മാത്രമായി ഇതിന്റെ വെള്ളമുള്ളൂ, അത്രമാത്രം ലിമിറ്റേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന വഴി എന്താണ്, രണ്ട് സ്റ്റേറ്റിനും എന്താണ് ഈക്വൽ ആയിട്ട് ഈ വാട്ടർ ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിന്റെ ഒരു മെയിൻസ് റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 GS പേപ്പർ 3-ലാണ്. GS പേപ്പർ 2-ല് ഫെഡറലിസം
അല്ലെങ്കിൽ എന്താണ് ഇന്റർ സ്റ്റേറ്റ് റിലേഷൻസ്. അത് GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ എന്താണ് എൻവയോൺമെന്റ് റിസോഴ്സസ് അഥവാ വാട്ടർ മാനേജ്മെന്റ്. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കുകയാണെങ്കിൽ വേൾഡ്സ് ഹയസ്റ്റ് ബേർഡ് ഡെത്ത് റേറ്റ്സ് അറ്റ് താർ ഡെസേർട്ട് വിൻഡ് ഫാംസ്. അതായത് 2025 ആഫോട് കൂടി എന്താണ് നമുക്ക് വിൻഡ് കപ്പാസിറ്റി, അതായത് ഈ വിൻഡ് മിൽസ് ഒക്കെ ഉണ്ടല്ലോ അത് സ്ഥാപിച്ചു. അതെന്താ 3.5 ഗിഗാവാട്ടിലേക്ക് കപ്പാസിറ്റി ഉയർത്തുകയും ചെയ്തു. ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 51.3 ഗിഗാവാട്ട്. ഗ്രോസ് വിൻഡ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ എന്താ 1163.9 ഗിഗാവാട്ട് ആണ്. അതായത് നമുക്കിപ്പോൾ എന്താണ് ക്ലൈമറ്റ് ഗോൾസിന് റിന്യൂവബിൾ എനർജിക്കൊക്കെ എന്താണ് ഈ വിൻഡ് മിൽസും കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഏവിയൻ മോർട്ടാലിറ്റി, എക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഒക്കെ നോക്കുമ്പോൾ എന്താണ് അതിൽ ഈ ഒരു വിൻഡ് മില്ല് സ്ഥാപിക്കുന്ന വഴി കുറച്ച് കൺസേൺ ഒക്കെ ഉണ്ടാവുകയാണ്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. അതെന്താ നമുക്ക് നോക്കാം. റിസർച്ച് ഫൈൻഡിങ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്ത്യ സ്റ്റഡി അതിൽ പറയുന്നത്, അതായത് താർ ഡെസേർട്ടിനെ പറ്റിയിട്ട് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്റ്റഡി പറയുന്നത് എന്താണ് ഏരിയ വരുന്നത് 3000 സ്ക്വയർ കിലോമീറ്റർ ആണ്. അവിടെ 900 ടർബിൻസ് ഉണ്ട്. അവിടെ 272 ബേർഡ് സ്പീഷീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഈ ആനുവൽ മോർട്ടാലിറ്റി നോക്കുമ്പോൾ എന്താ 4464 ബേർഡ്സ് ആണ് 1000 സ്ക്വയർ കിലോമീറ്ററിൽ മരിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് നോക്കുമ്പോൾ എന്താ 1.24 ബേർഡ് ഡെത്ത് പെർ ടർബിൻ പെർ മന്ത് ആണ് വരുന്നത്. അപ്പൊ അതായത് ഇതിന്റെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ എന്താണ് ഇപ്പം നോർമൽ ഈ ടർബിൻസ് ഇല്ലാത്ത ഏരിയസിൽ നോക്കുമ്പോൾ എന്താണ് മോർട്ടാലിറ്റി എന്താണ് കുറവാണ്. അപ്പൊ എന്താണ് ടർബിൻ ഉള്ള ഏരിയസിലാണ് ഈ മോർട്ടാലിറ്റി കൂടുന്നത്. അപ്പൊ അതിന്റെയാണ് പ്രശ്നം. അപ്പൊ നോക്കുമ്പോൾ 2019 ഒരു സ്റ്റഡി അനുസരിച്ച് എന്താണ് ഇപ്പൊ ഗുജറാത്തിലെ കച്ചില് കർണാടകയില് ഒക്കെ ഡെത്ത് റേറ്റ് നോക്കുമ്പോൾ 0.47 ആണ്. എന്ത് കാരണം തന്നെ ടർബിൻസ് കാരണം തന്നെയാണ്. പക്ഷെ താർ ഡെസേർട്ടിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ കുറവാണ്. എന്തുകൊണ്ട് താർ ഡെസേർട്ടിൽ കൂടുതലാണ്? അവിടെ ബേർഡ്സ് ഡെൻസിറ്റി കൂടുതലാണ്. മാത്രമല്ല എന്താണ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ ലൊക്കേഷൻ ആണ്. സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഇല്ലേ ഒരു ഗ്രൂപ്പായിട്ട്, അതിന്റെ ആ ഒരു ലൊക്കേഷനെയാണ് ഫ്ലൈവേ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അത് ആ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ താർ വരുന്നത്. പിന്നെന്താണ് പ്രസൻസ് ഓഫ് റെപ്റ്റേഴ്സ് ആൻഡ് മൈഗ്രേറ്ററി സ്പീഷീസ്. അതുപോലെ എന്താ ഈ പവർ ലൈൻ കൊളിഷൻസ് വഴി എന്താണ് ബേർഡ് ഡെത്ത് കൂടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതായത് ഈ ഒരു ഡെത്ത് അല്ലെങ്കിൽ ഇത് മോസ്റ്റ് അഫക്റ്റ് ചെയ്യുന്ന എവിടെയാണ് റെപ്റ്റേഴ്സിനെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. മിറ്റിഗേഷൻ മെഷേഴ്സ് പ്രപ്പോസ് ചെയ്യുന്നത് എന്താണ്, അതായത് ഒരു ടെക്നിക്കൽ ചേഞ്ചസ് എന്താന്ന് വെച്ചാൽ വിൻഡ് മിൽസ് ഉണ്ടല്ലോ അതിന്റെ ബ്ലേഡിൽ പെയിന്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ബേർഡ്സിന് അത് വിസിബിൾ ചെയ്യുക, അവിടെ ബ്ലേഡ് ഉണ്ട്, ആ വിസിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡ് മില്ല് പെയിന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇവർ ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഹവർ കാണും അല്ലെങ്കിൽ ഒരു സീസൺ കാണും. ആ ഒരു ടൈമിൽ ഈ വിൻഡ് മിൽസ് ഷട്ട് ഡൗൺ ചെയ്യുക. അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഒരു ടെക്നിക്കൽ സൈഡിലായിട്ട് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക, ഒരു ബെസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സൈറ്റ് സെലക്ഷൻ. അതായത് ഈ വിൻഡ് മിൽസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മീൻസ് ബേർഡിന്റെ ഡെൻസിറ്റി കൂടുതലുള്ളതാണോ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ഇതെന്താണ് ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ ഗൈഡൻസിന്റെ അനുസരിച്ചാണ് ഇതിൽ പറയുന്നത്. അബൌട്ട് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് കവേഴ്സ് എ ലാർജ് കോണ്ടിനെന്റൽ ഏരിയ ഓഫ് യുറേഷ്യ ബിറ്റ്വീൻ ദ ആർട്ടിക് ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അസോസിയേറ്റഡ് island chains. A flyway is a geographical region within which a single or group of migratory species completes its annual cycle. There are 9 flyways in the world. അത് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ മെയിൻസ് GS പേപ്പർ 3 വരുന്നത്. തീംസ് എന്താണ് റിന്യൂവബിൾ എനർജി ഗ്രോത്ത് വിസസ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിംഗ്, ബാലൻസിംഗ് ക്ലൈമറ്റ് ഗോൾസ് വിത്ത് എക്കോളജിക്കൽ എത്തിക്സ്. ഇതൊക്കെയാണ് മെയിൻസിന്റെ ഒരു ആസ്പെക്റ്റിൽ വരുന്നത്. ലാസ്റ്റ് ന്യൂസ് എന്താന്ന് നോക്കാം. ഹൗ വിൽ ട്രംപ്സ് ടാരിഫ് ഇമ്പാക്ട് ഇന്ത്യ? നമ്മൾ ഇന്നലെ കൂടെ പറയുകയുണ്ടായി. അതായത് ട്രംപ് ഇന്ത്യൻ ഗുഡ്സിന് മേലെ 25% ടാരിഫാണ് അനൗൺസ് ചെയ്തേക്കുന്നത്.
ടാരിഫ് മാത്രമല്ല, എന്താണ് ഒരു അൺസ്പെസിഫൈഡ് പെനാൽറ്റിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു ടാരിഫ് 35% വരെ ഇൻക്രീസ് ആകാം എന്നാണ് പറയുന്നത്. മാത്രമല്ല റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് 500% വരെ ടാരിഫ് ആകാനുള്ള ചാൻസും ഉണ്ട്. ഇത് എഫക്റ്റീവിൽ വരാനായിട്ട് ഈ ഓഗസ്റ്റിൽ വരും, ഓഗസ്റ്റ് 7 കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. US എന്ത് റീസൺസാ പറയുന്നത് വെച്ചാൽ ഇന്ത്യസ് ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ട്രേഡ് ബാരിയേഴ്സ്, അതുപോലെ എന്താണ് ഇന്ത്യസ് എൻഗേജ്മെന്റ് വിത്ത് റഷ്യ. നമ്മൾ ഇന്ത്യ റഷ്യ ടൈസ് കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പൊ അത് നമ്മൾ ഇന്നലത്തെ ന്യൂസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കാണാത്തവർ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇന്ത്യസ് പ്രൊട്ടക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഡയറി സെക്ടർ, അതുപോലെ പ്രധാനമായിട്ട് ട്രംപ് ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാനില് ട്രംപ് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ളത്. അതുപോലെ ഒരു എക്കണോമിക് ഇമ്പാക്ട് ഓൺ ഇന്ത്യ നോക്കുകയാണെങ്കിൽ എന്താണ് ടാരിഫ് പെയ്ഡ് ബൈ US ഇമ്പോർട്ടേഴ്സ്. അതായത് ഇപ്പം നമുക്ക് ഇന്ത്യൻ ഗുഡ്സിന് മേളിൽ ഇത്ര ഒരു എന്താണ് ടാരിഫാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് US മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എന്താണ് ഇന്ത്യൻ ഗുഡ്സിന്റെ വില കൂടുമ്പോൾ എന്താ അവിടെ ആരും വാങ്ങാതിരിക്കുമ്പോൾ എന്താ ഇന്ത്യയുടെ ഗുഡ്സിന് മേളിലുള്ള ഡിമാൻഡ്, അവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റ് ആണ് അവിടെ നശിക്കുന്നത്. ഓക്കെ, ഒരു മാക്രോ ലെവൽ GDP ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് എന്താണ് നമുക്ക് 0.2% ഡിക്ലൈൻ ആണ് ഉണ്ടാകുന്നത്. അതായത് 6.6% ആണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഗ്രോത്ത്, പക്ഷെ അത് 6.4%ലേക്ക് കുറയുകയാണ് നമ്മളൊരു എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ മനസ്സിലായത്. ഒരു സെക്ടർ വൈസ് സ്പെസിഫിക്, അതായത് ഈ ഒരു ടാരിഫ് ഏതൊക്കെ സെക്ടേഴ്സിനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഗാർമെന്റ്സ്, പ്രീഷ്യസ് സ്റ്റോൺസ്, ഓട്ടോ പാർട്സ്, ലെതർ പ്രോഡക്ട്സ്, പോസിബിളി ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വരും. പിന്നെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം, കൊറിയ, ഇന്തോനേഷ്യ. കാരണം എന്താ ഇവിടെയൊക്കെ ടാരിഫ് കുറവാണ്. അപ്പൊ എന്താണ് US ഇവരുടെ മാർക്കറ്റ് വളരെയധികം നന്നായിട്ട് പോകും, ഇന്ത്യയുടെ മാർക്കറ്റ് അവിടെ കുറയുകയും ചെയ്യാണ്. അപ്പൊ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. പോയിന്റ്സ് ഓഫ് ഫ്രിക്ഷൻ, ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ആൻഡ് ഡയറി സെക്ടറിലേക്ക് ഒരു ഗ്രേറ്റർ ആക്സസ് ആണ് US ഡിമാൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ ഇത് റെഫ്യൂസ് ചെയ്യുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലോ പ്രൊഡക്ടിവിറ്റി ഫാമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിക്കൊണ്ടാണ് ഇന്ത്യ ഇത് റെഫ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യ റഷ്യ ഒരു ടൈസ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ട്രേഡ് സ്റ്റാൻസിന് അത് US ഫ്രസ്ട്രേറ്റഡ് ആണ്, അതിന്റെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പിന്നെന്താണ് ഒരു മീഡിയേറ്റർ ആയിട്ട് US നിന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ പാക്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നു. അതൊക്കെയാണ് US-ന്റെ ഒരു പോയിന്റ് വരുന്നത്. ഇനി ഇന്ത്യസ് റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ പറയുന്നുണ്ട് ഇന്ത്യക്ക് എന്താണ് ഒരു റൈറ്റ് ഉണ്ട് എന്ത് ഇമ്പോസ് ചെയ്യാനുള്ള, റീറ്റാലിയേറ്ററി ടാരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യക്കുണ്ട്. ആർക്ക് മേൽ? US-ന്റെ ഗുഡ്സിന് മേൽ. US-ന്റെ ഏതൊക്കെ ഗുഡ്സ്? സ്റ്റീല്, അലൂമിനിയം, ഓട്ടോമൊബൈൽസ്. ഈ ഗുഡ്സിനൊക്കെ മേൽ എന്താണ് ഒരു റീറ്റാലിയേറ്ററി ടാരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് എന്ന് വെച്ചാൽ. അതുപോലെ എന്താ പറയുന്നത്, ഒരു ഒഫീഷ്യൽ സ്റ്റാൻസ് ഒക്കെ കണ്ടിന്യൂ പെർസ്യൂയിങ് ട്രേഡ് ടോക്സ്. എന്താണ് സ്ട്രാറ്റജിക് സെക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ടോക്സ് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ ഒരു നെഗോഷിയേറ്റേഴ്സിന്റെ ഫേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താ ലിങ്കേജ് ബിറ്റ്വീൻ ട്രേഡ് കൺസെഷൻ ആൻഡ് റഷ്യൻ പോളിസി. വൈഡർ US ട്രേഡ് ആക്ഷൻ, അതായത് ട്രംപ് എന്താ പറയുന്നത് വെച്ചാൽ ട്രംപ് ഇപ്പൊ UK എന്താണ് കാറിന് മേളിൽ 10% ടാരിഫാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ജപ്പാനും യൂറോപ്പിലും എന്താണ് 15% ടാരിഫ്. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസിന്റെ, സൗത്ത് കൊറിയയുടെയും കാര്യം നോക്കുമ്പോൾ എന്താണ് അതൊരു നെഗോഷിയേറ്റിംഗ് സെറ്റിൽമെന്റിനാണ്, ഒരു നെഗോഷിയേറ്റിംഗ് ലെവലിൽ നിൽക്കുകയാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രമാണ് 25% ടാരിഫ്. ഇന്ത്യയിൽ അതായത് ഇവർക്കായിട്ടൊക്കെ എന്താണ് ടാരിഫ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് സ്റ്റേജ് നോക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് 25% ടാരിഫാണ് US അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ നോക്കിയാൽ GS പേപ്പർ 2, GS പേപ്പർ 3 വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ്, ബൈലാറ്ററൽ ആൻഡ് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ്. GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി, എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ, ഇന്റർനാഷണൽ ട്രേഡ്, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ന്യൂസ് നന്നായിട്ട് വായിക്കുക, ഇതിൽ പറഞ്ഞേക്കുന്ന മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.